നമസ്കാരം. ഖമേനിയെ പുറത്താക്കി ജയിലിലടയ്ക്കും. ഇറാനിൽ ഭരണമാറ്റം നടത്താൻ ട്രംപ്. ഇറാനുമായിട്ടുള്ള സംഘർഷം രൂക്ഷമാകുന്നുണ്ട്. അവിടെ ഭരണമാറ്റം ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുകയും ചെയ്തു. നോർത്ത് കരോലിനയിലെ ഫോർട്ട് ബ്രാഗിൽ സൈനികരെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഖമേനിയെ പുറത്താക്കുക, ഇറാനിൽ ഭരണമാറ്റം നടത്തുക. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഇതായിരുന്നു. ഇറാനിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ പുറത്താക്കണമോ എന്നൊരു ചോദ്യം കൂടി അവർ ഇങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് ട്രംപ് പ്രതികരിച്ചത്. ഇറാനുമായിട്ടുള്ള സംഘർഷം രൂക്ഷമാകുമ്പോൾ അവിടെ ഏറ്റവും നല്ല കാര്യം അവിടെ ഭരണമാറ്റം ഉണ്ടാകുക. ആയത്തുള്ള അലി ഖമേനിയെ പുറത്താക്കുക എന്ന് പറഞ്ഞ് ലക്ഷ്യമിടുന്ന അദ്ദേഹത്തെ പുറത്താക്കി ജയിലിലടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഈ ട്രംപ് മുൻപും സ്വീകരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമുക്കറിയാം. വെനീസ്വേലയിലെ നിക്കോളസ് മഡുറയെ ജയിലിലടച്ചതുപോലെ, ഗ്രീൻലാൻഡിനെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നത് പോലെ, മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള അധിനിവേശത്തെ കടന്നുകയറ്റത്തെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ഇറാനിലേക്കും അത്തരത്തിലൊരു പ്രകടനം നടത്തി അവിടെ ആ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ആയത്തുള്ള അലി ഖമേനിയെ പുറത്താക്കിക്കൊണ്ട് അദ്ദേഹത്തെ ജയിലിലടയ്ക്കുവാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കുന്നു. എന്നിട്ട് തനിക്ക് പറ്റുന്ന ഒരാളെ ഡൊണാൾഡ് ട്രംപ് അവിടെ നിയമിക്കുവാൻ ശ്രമിക്കുന്നു. ഇറാനിൽ അധികാരമാറ്റം ഉണ്ടാകുന്നത് ലോകത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമായിരിക്കുമെന്നും കഴിഞ്ഞ 47 വർഷമായിട്ട് അവർ ചർച്ചകൾ മാത്രം നടത്തുകയാണ് എന്നും ഇതിനിടയിൽ ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടമായി എന്നും പറയുമ്പോഴും സംഘർഷങ്ങളിൽ കൈകാലുകളും മുഖവും നഷ്ടപ്പെട്ട സൈനികരുടെ വേദനയെക്കുറിച്ച് ട്രംപ് സംസാരിക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക. ട്രംപ് ഈ പറയുന്ന സൈനികരുടെ വേദനയോ അവരുടെ ജീവിതത്തെക്കുറിച്ചോ അല്ല പറയുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ആ ദൈന്യതയല്ല അദ്ദേഹം വിവരിക്കുന്നത്, പകരം തനിക്ക് ഇറാനെ പിടിച്ചെടുക്കുവാനുള്ള ത്വരയാണ് എന്നുള്ളതാണ്. ഇനിയൊരു യുദ്ധത്തിന് പകരം ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് വേണ്ടത് എന്ന് പറയപ്പെടുന്ന ട്രംപ് അതിലും പറയുന്ന ഒരേയൊരു അർത്ഥം, അതിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്കുകൾക്കിടയിലെ അർത്ഥം എന്ന് പറയപ്പെടുന്നത് എത്രയൊക്കെ പേരുടെ ജീവൻ കുരുതി കൊടുത്തിട്ടാണെങ്കിലും ശരി ഇറാനെ പിടിച്ചടക്കുകയും ആയത്തുള്ള അലി ഖമേനിയെ ജയിലിലടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇറാനുമായിട്ടുള്ള ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഉടൻ തന്നെ സൈനിക നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ആർ ഫോർഡിനെ അടക്കം ട്രംപ് പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരിക്കുന്നത് എന്തിനായിരിക്കാം? ഇറാനുമായിട്ടുള്ള ആണവ ചർച്ച എപ്പോൾ പരാജയപ്പെടുന്നു അപ്പോൾ തന്നെ സൈനിക നീക്കം നടക്കുന്നു. അപ്പോൾ തന്നെ ആ യുദ്ധവിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് മിസൈലുകൾ പുറപ്പെടുന്നു ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട്. ഇറാനെ തകർക്കുവാൻ ഒരു നിമിഷം കൊണ്ട് കഴിയുമെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലാക്കിയ സാഹചര്യമാണിത്. പക്ഷെ അവരുടെ പ്രതിരോധങ്ങളെ എങ്ങനെ തകർക്കും എന്നതിനെ കുറിച്ച് ഇപ്പോഴും ചിന്തയിലും ആശങ്കയിലുമാണ് ട്രംപും അമേരിക്കയും. അതുകൊണ്ടാണ് ഇതുവരെയും ഇറാനെതിരെ ഒരു ആയുധം പോലും പ്രയോഗിക്കാൻ കഴിയാതായി പോകുന്നത്. പക്ഷേ ഈ ആണവ ചർച്ചകൾ പരാജയപ്പെടുന്ന ആ നിമിഷം ഈ പറയുന്ന എബ്രഹാം ലിങ്കണിൽ നിന്നാണെങ്കിലും USS ജെറാൾഡ് ആർ ഫോർഡിൽ നിന്നാണെങ്കിലും ഈ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് കുതിച്ചുയരുന്ന മിസൈലുകൾ ഇറാനെ ലക്ഷ്യമാക്കി പോവുകയും അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള യുദ്ധം തുടങ്ങുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ ഈ പ്രദേശമടക്കം നിരീക്ഷിക്കുന്ന USS എബ്രഹാം ലിങ്കണിനൊപ്പം ജെറാൾഡ് ഫോർഡും കൂടി ചേരുമ്പോൾ കരീബിയൻ കടലിൽ വെനീസ്വേലൻ ഓപ്പറേഷന്റെ ഭാഗമായിട്ടായിരുന്നു ഈ കപ്പൽ ഉടൻ തന്നെ പശ്ചിമേഷ്യൻ തീരത്തേക്ക് തിരിക്കുന്നതും ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു കരാറിലെത്താൻ സാധിച്ചില്ല എങ്കിൽ ഈ സൈനിക ശക്തി നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ വിമാനവാഹിനി കപ്പലുകൾ 2 എണ്ണം ഈ പറയുന്ന കരീബിയൻ കടലിന്റെ തീരത്തേക്ക് അടുത്തിരിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ആണവ കരാറിനായിട്ടുള്ള ചർച്ചകൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ ട്രംപിനുണ്ട് എന്ന് പറയപ്പെടുമ്പോഴും എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് ഇറാന് വളരെ മോശം ദിവസമായിരിക്കും എന്ന് കൂടി അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ്. അന്ത്യശാസനം നൽകുകയാണ് ഇറാന്. കഴിഞ്ഞ മാസം ഇറാനിൽ നടന്ന പ്രതിഷേധങ്ങൾക്കെതിരെ ഭരണകൂടം നടത്തിയ അടിച്ചമർത്തലിൽ ഏകദേശം 7000-ലധികം പേർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇത് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നിലപാട് കടുപ്പിക്കുവാൻ കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത എന്ന് പറയപ്പെടുന്നത് ഈ ആണവ കരാറുമായിട്ട് ബന്ധപ്പെട്ട ആണവ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുവാൻ ഇറാൻ തയ്യാറാകാത്ത പക്ഷം ഇനിയൊരു തിരിച്ചറിവോ മറ്റൊരു സമാധാന ചർച്ചകളോ ഇല്ല എന്നും പകരം ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ പുറത്താക്കുവാനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നും ട്രംപ് പറയുമ്പോൾ ആയത്തുള്ള അലി ഖമേനിയെ പുറത്താക്കി അദ്ദേഹത്തെ ജയിലിലടയ്ക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ലക്ഷ്യം. അതിലൂടെ ഇറാനിൽ വലിയ ഭരണമാറ്റം നടത്താൻ കൂടി ട്രംപ് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വലിയ യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയായിരിക്കും ഈ ഇറാനെ പിടിച്ചെടുക്കുവാനുള്ള ശ്രമവുമായിട്ട് ട്രംപ് മുന്നോട്ട് പോകുന്നത്. അത് എത്രത്തോളം വിജയിക്കും, ഏത് തരത്തിൽ ആയത്തുള്ള അലി ഖമേനിയെ പുറത്താക്കാൻ കഴിയും, ജയിലിലടയ്ക്കാൻ കഴിയും, ഇറാനിൽ എങ്ങനെ ഭരണമാറ്റം നടത്താൻ കഴിയും എന്നുള്ളതൊക്കെ വലിയ ചോദ്യചിഹ്നമായിട്ട് ട്രംപിന്റെ മുന്നിൽ നിൽപ്പുണ്ട്. പക്ഷേ ഇത് നടക്കാതിരിക്കില്ല.
ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം. പക്ഷെ അതിലെ വിജയപരാജയങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ഇപ്പോൾ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. എങ്കിൽ കൂടിയും പറയേണ്ടിയിരിക്കുന്നു, ഇറാനെതിരെയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ അമേരിക്ക വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചടി ഇറാനിൽ നിന്ന് കിട്ടുന്നത് ഭീകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല.